സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള സമയമായിരിക്കുന്നു. വിളിക്കട്ടെ? കുട്ടികളെ വിളിക്കാമല്ലോ. അപ്പോ ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം അവൽ രക്തരക്ഷസ്. The title is sponsored by Mavili Premier League 2025 in association with Team Avesham, Chavis Sport, Killer Kings and All Malls. Inviting all the members of the Nadakam. Aval Raktharakshas onto the stage. And the stage is yours. നിങ്ങളാണല്ലേ ഇതിൻ്റെ ഡയറക്ടർ? ഞാനാണ് ഇതിൻ്റെ മെയിൻ സ്പോൺസർ. നന്നായി അഭിനയിക്കും. എനിക്കും ഒരു റോള് വേണം. കുറച്ച് ഡയലോഗൊക്കെ ഉള്ള ഒരു നല്ല റോള് തന്നെ ആയിക്കോട്ടെ. അതിനിപ്പോൾ എന്താ, നമുക്ക് ശരിയാക്കാം. ചേട്ടാ ഒരു കാര്യം ചെയ്തോ, ഇതിവിടെ ഇവിടെ ഇരുന്നോ, ഞാൻ സമയമാവുമോ പറയാട്ടാ. അവിടെ ഇരിക്കട്ടെ, പൊളിഞ്ഞ നമുക്ക് ഇയാളുടെ തലയിലിടാം. അനൗൺസ്മെന്റ് ഓട്ടെ. സഹൃദയരെ, നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കോരിത്തെരിപ്പിച്ച ഉർവശി തിയേറ്റേഴ്സിന്റെ വിശ്വപ്രസിദ്ധ നാടകം അവൾ രക്തരക്ഷസ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ നാടകത്തിന് അടുത്ത വർഷത്തെ ഏറ്റവും നല്ല നാടകത്തിനുള്ള ഇന്ത്യൻ ഗവൺമെന്റ് നാടക വിഷൻ അവാർഡ് കിട്ടുന്നതായിരിക്കും. അതിനുള്ള കളികളൊക്കെ ഞങ്ങൾ കേന്ദ്രത്തിൽ നടത്തിക്കഴിഞ്ഞെന്ന വിവരം സസന്തോഷം അറിയിക്കട്ടെ. മഹത്തായ ഈ നാടകത്തിന്റെ ആവിഷ്കാരം നാടക മഹർഷി ഗർവാസിസ് ആശാന്റെ ശിഷ്യനും നിങ്ങൾക്കൊക്കെ ഗുരുതുല്യനുമായ മിഥുൻ മനോഹർ. രചന അക്ഷരലോകത്തിന്റെ കുലപതിയും ലോകപ്രസിദ്ധ 10 പ്രബന്ധങ്ങളിൽ 2 എഴുതിയ ഷജിത് തളിപ്പറമ്പ. പുസ്തകം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതെങ്ങനെയാ? വിവരമുള്ള ഏതെങ്കിലും പബ്ലിഷർ വേണ്ടേ ഈ നാട്ടില്? അത് പോട്ടെ, അടുത്ത വർഷം 1-2 അവാർഡെങ്കിലും ഞാൻ ഒപ്പിച്ചെടുക്കും. യു കണ്ടിന്യൂ. സംഗീതം ഇളയരാജയുടെയും AR റഹ്മാന്റെയും മ്യൂസിക് അവരെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ലോക പ്രശസ്ത ഗാനങ്ങൾ സൃഷ്ടിക്കുന്ന പാവങ്ങളുടെ AR രാജ ദീപക് ജോർജ്. കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് തന്റെ വേൾഡ് ടൂർ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം നമ്മളുമായി സഹകരിക്കുന്നത് എന്നത് അങ്ങേയറ്റം കൃതജ്ഞത നിറഞ്ഞതാണ്. അടിച്ചു മാറ്റത് സ്വന്തമായി എന്തെങ്കിലും കൈ നീട്ടറ. ഇവനല്ലേ വെറൈറ്റി വേണം എന്ന് പറഞ്ഞു നടക്കണവൻ. ഇവനുള്ള വെറൈറ്റി നമുക്ക് കൊടുക്കാം. നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഈ നാടകത്തിന് വേദിയിൽ ജീവൻ വെപ്പിക്കുന്ന നിങ്ങളുടെ സ്വന്തം അഭിനേതാക്കൾ. നായകൻ, അഭിനയകലയുടെ കുലപതി, മെത്തേഡ് ആക്ടിങ്ങിന്റെ അപ്പോസ്തലൻ, കണ്ണുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന പ്രകൃതിയുടെ സ്വന്തം മെർലിൻ ബ്രാൻഡോ ഷിജിൽ. പ്രതിനായകൻ, നാടക കളരിയിലെ കമലഹാസൻ ഗിനു മുണ്ടക്കൽ. ആശാനെ ചതിച്ചാശാനെ, ആ ഗിനു മുങ്ങി. അവന് നായകൻ തന്നെ ആവണം പോലും. കടന്നിലെത്തിയപ്പോഴും ഭാവം വരാത്ത ഇവനൊന്നും അഭിനയിപ്പിക്കുന്നതും പോരാ. അവൻ പോയാ പോട്ടെ, നമുക്ക് അവനെ വിളിക്കാം. ആരെ? എന്റെ ശിഷ്യനെ. രാജമൗലിയെ പോലും കോരിത്തരിപ്പിച്ച അദ്ദേഹത്തിന്റെ സിനിമയിലെ പുതിയ വില്ലൻ സഞ്ജു. വരും, ഞാൻ വിളിച്ചാൽ വരും, എവിടെ നിന്നായാലും. നായിക, തെന്നിന്ത്യൻ സ്വപ്നസുന്ദരി, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ. തുടങ്ങുപോയി ബെസ്റ്റ് കണ്ണു കാണുന്നില്ല. തുടങ്ങ്. നിങ്ങൾക്ക് ഇവിടെ വേദി ഒരുക്കിയ പപ്പാണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾക്കും അതിന്റെ പ്രസിഡന്റ് സഞ്ജയ്ക്കും ട്രഷറർ സൂരജിനും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ബലോടുകൂടി നാടകം തുടങ്ങട്ടെ. രാവിലെ തന്നെ എന്താടോ ഇവിടെ? എടാ മിഥുനെ, ഒരു ഞായറാഴ്ച ആയാലും എന്ത് കഷ്ടപ്പാടാ. രാവിലെ തന്നെ തുടങ്ങിക്കോളും. അത് ചെയ്, ഇത് ചെയ്, മര്യാദക്കൊരു TV കാണാനോ ഉറങ്ങാനോ പറ്റത്തില്ല. എന്റെയും അവസ്ഥ ഇത് തന്നെയാടോ. വീട് പണി. അലക്കിയും പാത്രം കഴുകിയും മടുത്തു. എന്നാലും നമ്മൾ ആണുങ്ങളുടെ ജീവിതം ഇങ്ങനെ കരിപുരണ്ടതായല്ലോ എന്റെ ഡിങ്ക ഭഗവാനെ. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണിലോ
കണ്ണീരിൻ പെരുമാറി. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണിലോ കണ്ണീരിൻ പെരുമാറി. എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചിത്തുരുമ്പ്. അറിഞ്ഞോ, ആ ഷൈത്തിന്റെ കൈ വീണ്ടും മുറിഞ്ഞെന്ന്. ഓ മൈ ഗോഡ്. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞത് ആവേശത്തിൽ കുറയ്ക്കാൻ. അല്ലേലും അവൻ ഇത്തിരി കൂടുതലാ. ചോര കണ്ട് അറപ്പ് തീർന്നിട്ടില്ലെന്നാ തോന്നുന്നേ. ഓ, അതൊക്കെ അവന്റെ ഒരു നമ്പറല്ലേ. അവൻ ആരാ മോൻ? ചെറിയൊരു മുറിവ് വരുത്തിയാൽ പിന്നെ ഒരു പണിയും ചെയ്യണ്ടല്ലോ. നിങ്ങളുടെ മസിൽ മൂപ്പനെ പട്ടി കടിച്ചെന്ന് കേട്ടല്ലോ. പിന്നെ കടിക്കാതെ. പട്ടികൾ സ്വരികാരം നടത്തുന്നതിനിടയിൽ മസിൽ വീർപ്പിച്ച് ചെന്നാൽ അവര് വല്ല ചായക്കടിയാണെന്ന് കരുതി കാണും. കടിക്കട്ടെ. അതന്നെ. വി പെറ്റ് ലവേഴ്സ് സപ്പോർട്ട് ദാറ്റ്. We want dogs on country, you people വെറും country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. We want dogs on country, you people വെറും country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. ഡാൻസേഴ്സ് ചുമ്മാ കിടന്ന് കൊരക്കില്ലടാ, കൊരയ്ക്കും പട്ടി കടിക്കില്ലടാ. കൊറിയക്കാര് കണ്ടാൽ നിന്നെ കറിയുണ്ടാക്കി തിന്നും. നായ്ക്കൾ കൊണ്ട് നേരമില്ല, പോയിട്ടൊട്ട് കാര്യമില്ല. അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ നിന്നെ മുനിസിപ്പാലിറ്റി പൊക്കും. ഹക്ക് ചെയ്യാൻ പത്ത് ഡോറിൽ കാവൽ നിൽക്കാൻ ഡോബർമാൻ. നാട്ടിൽ മൊത്തം കേസ് അത് കണ്ടെത്തും പോലീസിനാൽ സ്റ്റേഷൻ ഡോഗ്സ്. We want dogs on country, you people വെറും country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. വരുന്നുണ്ട് മസിൽ മൂപ്പൻ, തേനീച്ച താടി. എന്താടോ മൂപ്പ, നടു റോഡിലെ കേക്ക് മുറിക്ക് ശേഷം പട്ടികളുമായി നല്ല യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് കേട്ടല്ലോ. കളിപ്പ് കട്ടക്കളിപ്പ്, കളിപ്പ് കട്ടക്കളിപ്പ്. നമ്മുടെ തങ്കൻ ചേട്ടനെ കാണാനില്ലേ? വരീനടാ തേനീച്ച. അതേ മിഥുനെ, നമ്മുടെ റോളിന്റെ കാര്യം. ചേട്ടൻ എവിടെ ഇരി, ഇപ്പൊ ശരിയാക്കി തരാം. സീൻ 2. തങ്കൻചേട്ടന്റെ വീട്. കുറച്ച് ആളുകൾ തങ്കൻചേട്ടന്റെ വീട്ടിന് മുന്നിൽ കൂട്ടം കൂടി നിൽക്കുന്നു. ഷെയർ ഇട്ടടിച്ചതിൻ്റെ ബാക്കി കൊടുക്കാത്തതിന് കഴിഞ്ഞ ആഴ്ച പോലും ചീത്ത വിളിച്ച് നടന്ന മുതലാണ്. അതിപ്പം ലാഭമായല്ലോ. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തു പോയില്ലേ? രാത്രി എന്തോ വാങ്ങാൻ കേക്കും പറ്റും. അന്ന് മുതൽ കാണാതായതാ. സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? എന്നാ പറയാനാ, തങ്കഞ്ചേട്ടന് രാത്രി കേക്ക് കഴിക്കാൻ മോഹം. രാത്രി ഞങ്ങളെയും കൂട്ടി ഒരു ഒറ്റ പോക്കാ. എന്നെ മാത്രല്ല അവനെയും. കേക്കും കഴിപ്പിച്ച് ഇവിടെ കൊണ്ട് നിറക്കി വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്.
കുറെ ആളുണ്ടല്ലോ. സാറേ, ഇതെങ്കിലും ഒന്ന് തെളിയിക്കണം. അറിയാലോ, ഇതുവരെ ആകെ തെളിയിച്ചത് കുറച്ച് പെറ്റി കേസുകളാ. നാട്ടുകാർക്കൊന്നും നമ്മളെ ഒരു വിലയില്ല സാറേ. ഈ നാട്ടുകാർ കൊല്ലും കൊലയും ചെയ്യാത്തതിന് നമ്മൾ എന്ത് പഴിച്ചു? അതെന്തായാലും സാറ് വേഗം വാ. ആ CBI അവിടെ ഇവിടെയും കറങ്ങി നടപ്പുണ്ട്. പിന്നെ കുരങ്ങന്മാർ വന്ന് തെളിവ് നശിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ തെളിവെടുപ്പ് അങ്ങ് തീർത്തേക്കാം. പിന്നെ സാറേ, ക്വസ്റ്റ്യൻസ് കുറച്ച് ഇന്റലിജന്റ് ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് മാറിന്നേ. അപ്പോൾ ഇതാണ് തങ്കന്റെ വീട്? അതെ. ആരാണ് ഇവിടെ ഈ പുല്ല് കൊണ്ടിട്ടത്? എന്റെ സ്റ്റേഷൻ പരിധിയിൽ മെക്സിക്കൻ പുല്ലേ പാടുള്ളൂ എന്നറിയില്ലേ? എന്തിനാ, കയറ്റി അയക്കാനാണോ? സാറേ, മേറ്ററിലോട്ട് വാ. അല്ലേ, അത് വേണ്ട. തങ്കനെ ആരാണ് അവസാനമായി കണ്ടത്? ഇവരാ സാറേ. രണ്ടുപേരും ഇങ്ങോട്ട് മാറിയെന്നെ. ഇതെന്താടാ മുണ്ടും പാൻറ്റും? ജനിച്ചപ്പോഴേ പാൻറ് ഇട്ടിട്ടാണോ വന്നേ? സാറേ, അവന്റെ മുട്ട് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. സിനിമ ഡയലോഗ് പറഞ്ഞ് കളിക്കുന്നോ? സത്യം പറ, അന്ന് എന്താണ് സംഭവിച്ചത്? അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. കേക്ക് ചെറുതാന്ന് പറഞ്ഞ് ചെറിയൊരു തർക്കമുണ്ടായി. അതല്ലാണ്ട് ഞാൻ തങ്കച്ചേട്ടന് ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല സാറേ. അയ്യോ, എന്റെ തങ്കൻ ചേട്ടൻ പോയേ. എടോ, താൻ കൊന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവന്റെ ഉള്ളു പൊള്ളയാണെന്ന്. അതാ വരുന്ന കൂപ്പൺ CBI. എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഒരു കൂപ്പണുമായിട്ട് അങ്ങ് ഇറങ്ങിക്കോളും. കൂപ്പൺ വേണോ? കൂപ്പൺ വേണോ? ഏതിന്റെ കൂപ്പണാ സാറേ? എന്തിനും പറ്റും. അല്ല, നിങ്ങളുടെ മൂത്തോൻ എവിടെ? അയാൾക്ക് വെറൈറ്റി വേണത്രേ. കൂപ്പൺ കൊടുത്ത് വള്ളുവനാട്ടിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ കൈരളി ഹോട്ടലിൽ നിന്നൊരു സദ്യയും കൊറിയർ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തി അത് കഴിച്ചിങ്ങ് പോന്നോളും. അയ്യോ, അത് വേണ്ടായിരുന്നു. ലാസ്റ്റ് സദ്യക്ക് എന്തൊക്കെയായിരുന്നു അയാളുടെ കുറ്റം? തൃശ്ശൂരിലെ സദ്യക്ക് സാമ്പാറിനെ മണം കൊണ്ട് ആള് കയറും പോലും. ഇനി ചന്ദനിട്ട് സാമ്പാർ ഉണ്ടാക്കേണ്ടി വരും. വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വള്ളുവ നാടൻ സദ്യ? സദ്യ കൊള്ളാം, പക്ഷെ നമ്മുടെ കൈരളി ഹോട്ടലിന്റെ സദ്യയുടെ അതേ ഒരു ടേസ്റ്റ്. അല്ല, ഇവിടെ എന്താ ഒരാൾക്കൂട്ടം? നമ്മുടെ തങ്കൻ ചേട്ടനെ കാണാനില്ലെന്ന്. ആണോ? എന്നാ നമുക്ക് അന്വേഷണം തുടങ്ങാം. ഈ കേസ് അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്. CBI ആരും വിളിച്ചില്ല. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. You have proved that you are ashamed to the total police force of the country. അതുകൊണ്ട് ഈ കേസിൽ പോലീസിന്റെ നിഷ്ക്രിയത്വവും അധികാര ദുർവിനിയോഗവും കാരണം CBI സ്വയം കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അനാവശ്യം പറയുന്നു. നിർത്താം.
പക്ഷെ ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. അച്ഛാ എഴുന്നേക്കച്ചാ, എല്ലാരും പോയി. നാടകം? അപ്പോൾ എൻ്റെ റോള്? നാടകം അടിച്ചു പിരിഞ്ഞു. അപ്പോൾ തങ്കഞ്ചേട്ടൻ? തങ്കഞ്ചേട്ടൻ അയാളെ നീലി പിടിച്ചു, കള്ളിയങ്കാട്ട് നീലി. അത് പാർട്ട് 2 തെളിയിക്കും. നീലിയോ? അതെ, കള്ളിയങ്കാട്ട് നീലി, പപ്പാണിയുടെ സ്വന്തം രക്തരക്ഷസ്. അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല.